landed in ശ്രീനഗർ, കശ്മീർ. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ട്രിപ്പ്, എൻ്റെ ആദ്യത്തെ ഹണിമൂൺ, ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ്, ആദ്യത്തെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, അങ്ങനെ കുറേ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസുകൾ അനുഭവിക്കാൻ പോവുകയാണ്. അപ്പം കുളിച്ച് റെഡിയായി. 8 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങൾക്കൊരു 4:45, അപ്പോൾ 4:45 പറ്റില്ല, ഒരു 5:15 ഇറങ്ങണം കേട്ടോ. നെടുമ്പാശ്ശേരിയാണ് എയർപോർട്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണിക്കാം. കയറി നല്ല തിരക്ക്. ഞങ്ങൾ പോകുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റാണ്. എയർ ഇന്ത്യയിലാണ് പോകുന്നത്. നല്ല തിരക്ക്. ഞങ്ങളുടെ ബോർഡിംഗ് പാസ് കിട്ടി. ഞങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. സോ കൊച്ചി ടു ഡൽഹി ആൻഡ് ഡൽഹി ടു ശ്രീനഗർ. അപ്പോൾ രണ്ടിൻ്റെയും ബോർഡിംഗ് പാസ് ഇവിടെ നിന്ന് തന്നെയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഹാൻഡ് ലഗേജൊക്കെ കയ്യിൽ കിട്ടി. അപ്പം ഇനിയും നമുക്ക് വെയിറ്റിംഗ് ടൈമാണ്. ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി, പിന്നെ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം, പിന്നെ ഒരു റീലൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അറിയില്ല, നോക്കാം. അത്യാവശ്യം വിശപ്പുണ്ട്. സോ കഴിക്കാൻ വന്നേക്കാണ്. നല്ല കത്തിയാണ് അവിടുത്തെ സാധനങ്ങളെല്ലാം. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കാരണം എന്തെങ്കിലും കഴിക്കാം. എന്താണ് വേണ്ടത്? ഈ കട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു സ്റ്റൈൽ കടയാണ് കേട്ടോ. ഹായ്, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇതിൻ്റെ റേറ്റ്. 650. ഇതിന് ഞങ്ങളിതാ ഇവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. നോക്കട്ടെ എന്താ കഴിക്കാൻ പറ്റുക. ഞങ്ങൾ ആ സ്ഥലം മാറ്റിട്ടോ, വേറെ സ്ഥലത്തേക്ക് കറി ട്രീ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇവിടെ നമ്മൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ഞങ്ങൾ വേറൊന്നുമല്ല, ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ചും ഫിൽറ്റർ കോഫി കൊമ്പൾ, അത് തന്നെ ധാരാളം. ഇതൊരു സ്നാക്സ് ആയിട്ട് കഴിക്കുന്നതാണ്. നമ്മളിനി ആക്ച്വലി ശ്രീനഗർ എത്തിയിട്ടാണ് വേറെ എന്തെങ്കിലും ഡിന്നർ പോലെ കഴിക്കേണ്ടത്. അതിന് ഇനി സമയമുണ്ടല്ലോ. ഞങ്ങളുടെ ഗേറ്റ് 6 ആണ്. ഗേറ്റ് 6ൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഫ്ലൈറ്റ് ഫുള്ളാന്ന് തോന്നുന്നു, നിറച്ച ആൾക്കാരുണ്ട്. കറക്റ്റ് സമയത്തുണ്ടോ സാൻഡ്വിച്ച് കഴിച്ച് തീർന്നതും. അപ്പോൾ വിശപ്പ് മാറി, പിന്നെ പെട്ടെന്ന് കഴിച്ച് തീരുകയും ചെയ്യും. ഓക്കേ, സോ ഞങ്ങളത് ആ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ഓരോരുത്തരായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നു. So this is our seat. नमस्कार, एयर इंडिया एक्सप्रेस की उड़ान IX 1107 जो कोशिश नई दिल्ली जा रही है पर आपका स्वागत है.
ലാസ്റ്റ് ഇതാ ഞങ്ങൾ മാത്രമായിട്ടും. സമയം 11:30 ആയി. 11:10 എത്തി. പിന്നെ ഇത് ഭയങ്കര വലിയ എയർപോർട്ടാണ്. അപ്പോൾ റൺവേയിൽ എത്തിയിട്ട് പിന്നെ പ്ലെയിൻ അവിടെ കിടന്ന് കുറച്ചധികം നേരം യൂട്ടേണൊക്കെ എടുത്ത് കറങ്ങിയാണ് ഞങ്ങളെ ഇറക്കിയത്. പിന്നെ അവിടുന്ന് ബസ്സിൽ ടെർമിനലിൻ്റെ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതാണ് ഇത്രയും ലേറ്റായത്. കൊള്ളായിരുന്നു. നല്ല ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ടയേർഡാണ്, ഉറക്കം വരുന്നുണ്ട്, വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ ഇനി അടുത്ത ഫ്ലൈറ്റ് ടു ശ്രീനഗർ പുലർച്ചെയാണ്. അപ്പം അതുവരെ ഇവിടെ തന്നെ. നല്ല രസമില്ലേ ഈ വോൾ ആർട്ടെന്നൊക്കെ? അടിപൊളി. സൂപ്പർ. എൻ്റെ ഹസ്ബൻഡ് ബാക്കി. വ്ളോഗ് ചെയ്ത് ഭർത്താവിനെ കാണാനില്ല. തണുപ്പുണ്ട് കേട്ടോ, കുറച്ച് തണുപ്പ്. ഓക്കെ, ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇനിയുള്ള സമയം മുഴുവൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ വാഷ്റൂമാണ്. ഞാൻ ഫ്ലൈറ്റിനകത്ത് എണീക്കാനുള്ള മടി കാരണമാണ് പോയില്ല. പക്ഷേ എനിക്കപ്പോൾ ഇപ്പം എന്തായാലും വാഷ്റൂമിൽ നിന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ലോഞ്ചിലേക്ക് പോകണം. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ പെട്ടിരിക്കുന്നത് എങ്ങോട്ട് പോകണം എന്നറിഞ്ഞൂടാ. ടെർമിനൽ അലോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ടെർമിനൽ 1 ആണെങ്കിൽ ബസ്സിൽ പോകേണ്ടി വരും. ടെർമിനൽ 2 ആണെങ്കിൽ 10 minutes walk-ആണ്. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഏത് ടെർമിനലാണെന്നുള്ള അലോട്ട് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ സ്റ്റക്കായിരിക്കും കുറച്ച് നേരം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങോട്ട് നടന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ തപ്പി ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യില്ലാന്ന് തോന്നുന്നു. സെക്കൻഡ് ഫ്ലോറിലേക്ക് ചെല്ലണം. ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിന് ലോഞ്ച് തേടിയുള്ള യാത്രയാണ്. സെക്കൻഡ് ഫ്ലോറിലെത്തി. സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിനെക്കാട്ടിലും തിരക്ക് കേട്ടോ. ഇതിപ്പോൾ നേരത്തെക്കാട്ടിലും ലോസ്റ്റാണ്. എൻ്റെ കൊളീഗ് ചിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഡൽഹി എയർപോർട്ട് ഭയങ്കര വലുതാണ്. ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്കൊക്കെ പോകാൻ തന്നെ നല്ല ഡിസ്റ്റൻസ് കിട്ടും. ചെറിയ നമ്മൾ എന്താ പറയുക ലേറ്റായിട്ടൊക്കെയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഓടേണ്ടി വരും, റഷ് ആവുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ശരിയാണ്, നല്ല വലിയ എയർപോർട്ടാണ്. ഇങ്ങോട്ടാ ഞങ്ങൾ വീണ്ടും കറങ്ങി എൻ്റെ ദൈവം, ഇതൊരു മേസ് പോലെയാണ്. ആക്ച്വലി ഒരു സ്ഥലത്തു നിന്ന് വേറെ അടുത്ത സ്ഥലത്തെത്തി. ഇനി സോൺ 3 ഡൊമസ്റ്റിക് സെക്യൂരിറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ 2 സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും എടുത്തില്ല, കാരണം ഞാൻ വിചാരിച്ചു അതായിരിക്കും എന്ന് വിചാരിച്ചു നമ്മുടെ സ്ഥലം. പക്ഷെ അതായിരുന്നില്ല. പിന്നെ വീണ്ടും നടന്ന് വേറെ സ്ഥലത്ത് പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതായിരിക്കണം ലാസ്റ്റ് എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നടക്കും. നടന്ന് തളർന്നിട്ടോ. ഇപ്പം എനിക്ക് ആക്ച്വലി അത്യാവശ്യം നല്ലപോലെ വിശന്ന് തുടങ്ങി, ഉറക്കമൊക്കെ വന്നു തുടങ്ങി, ടയർഡായി തുടങ്ങി. അപ്പോൾ ലോഞ്ച് തപ്പി നടക്കുകയാണ്. എവിടെയാണ് എനിക്ക് വിശക്കുന്നേ. ലോഞ്ച് 3rd ഫ്ലോറിലാണ്. അപ്പം ഞങ്ങളുടെ വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും 5 മണിക്കാണ്, 4:50 ബോർഡിങ് ടൈം. അപ്പോൾ അതുവരെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ലോഞ്ചിന് അങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഫുഡ് കോർട്ടുണ്ട്, പക്ഷേ നമ്മൾ പോകുന്നത് ലോഞ്ചിലേക്ക്. കാരണം വില കുറവിന് നമുക്ക് സാധനങ്ങൾ കിട്ടും, പിന്നെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഞാൻ പോയിട്ടില്ല, സോ എനിക്ക് പോകണം, അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അയ്യോ ശരിക്കും ടയർഡായി, നല്ല വിശപ്പുണ്ട്. ഇങ്ങനെ ലോഞ്ച് എത്തി. എൻകാം ലോഞ്ചിലത്തെ തിരക്ക് നോക്കാം. വിശന്നിട്ട് വയ്യ. കൊള്ളാല്ലേ. ഹായ് ബുഫേ.
ഇതാണ് ഞാനെടുത്ത ഫുഡ്. വലിയ അത്ര അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇത് മനുവിൻ്റെ പ്ലേറ്റ്. മനു കുറച്ചായിട്ട് പിന്നെ സൂപ്പ് എടുത്തു. ബാക്കി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ കുറേ ഐറ്റംസ് ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട് കുറച്ച് സാധനങ്ങൾ. പിന്നെ നല്ല തിരക്ക്, ഞങ്ങൾക്ക് സോഫയൊന്നും കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം ഫുഡ് കഴിച്ചിട്ട് വേറെ സീറ്റ് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഡെസേർട്ട് രസ്മലായും പിന്നെ ഉള്ളത് ഇതാണ് സ്വീറ്റ് ബൂന്തി എന്ന് പറഞ്ഞിട്ട് ഡെസേർട്ട് ഓപ്ഷൻ. ഞാൻ ഐസ്ക്രീം അറ്റ്ലീസ്റ്റ് ഫ്രൂട്ട്സ് എങ്കിലും പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. തൽക്കാലം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒക്കെ വന്നിട്ടില്ല, പക്ഷേ ഉറങ്ങാനും പറ്റില്ല. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. ഇനി ഞങ്ങളുടെ ഫ്ലൈറ്റിൽ അങ്ങോട്ടേക്ക് ഗേറ്റിൻ്റെ അവിടേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. സമയം 4:30. ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. കുറച്ച് നേരം ഉറങ്ങിട്ടോ. ഞാൻ ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ കുറച്ച് നേരം ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമില്ല. പിന്നെ കഴിക്കാനുള്ളൊരു അത്രയ്ക്ക് വിശപ്പുമില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കോഫി മാത്രം എടുത്തിട്ട് ഞങ്ങൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് വരാണ്. പക്ഷേ ഗേറ്റ് ഇപ്പോഴും അലോട്ടായിട്ടില്ല. വെയിറ്റിംഗ് ഏരിയ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ വെയിറ്റിംഗ് ഏരിയയുടെ അങ്ങോട്ട് പോകാണ്. ഇനി ഗേറ്റ് വരുമ്പോൾ ദൂരെ ആവാതിരുന്നാൽ മതി. എനിക്ക് നടക്കാൻ വയ്യ. എനിക്ക് എയർപോർട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കുറേ നടക്കാനുണ്ട്. അറിയാമെങ്കിൽ ഓക്കെ, പിന്നെയും കറക്റ്റ്. പക്ഷെ ഞങ്ങൾ നല്ലപോലെ വട്ടം ചുറ്റി കുറേ. ഓക്കെ, അപ്പം ഞാൻ കാപ്പി കുടിച്ച് വെയിറ്റിംഗ് ഏരിയയിലെത്തി സമാധാനമായിട്ട് ബാക്കി കഥ പറയാം. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് വയ്യ. എൻ്റെ ഭർത്താവ് ഭയങ്കര ക്യാമറ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കൊള്ളാം. അതിൻ്റെ റീൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല, നോക്കാം. സഹിക്കുന്നില്ല മക്കളെ, സഹിക്കുന്നില്ല. ഇവിടെ ഇത്രയും സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ആ ലൗഞ്ചിൽ പോയി കഷ്ടപ്പെട്ടിരുന്ന്. ആദ്യം മറ്റേ സോഫ കിട്ടാൻ കുറേ നേരം എടുത്തല്ലോ. പക്ഷേ ഇവിടെ നോക്കി. അപ്പോൾ നമ്മളുടെ ഗേറ്റൊക്കെ കണ്ടുപിടിച്ചു. നമ്മളിതാ ബോർഡ് ചെയ്യാൻ പോവാണ്. ടൈം ഇസ് 5:30. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ വന്നതുപോലെ ഇപ്പോഴും ഇവിടെയും ടെർമിനലിലേക്ക് പോകണം. ബസ്സിൽ കയറേണ്ടി വരും. ആ എ സിയുടെ തണുപ്പാണ്. അത് പുറത്തുനിന്നുള്ള തണുപ്പ് വരുന്നതാണെന്നറിയില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. അത് എ സി. ആ തണുപ്പെന്ന് പറഞ്ഞാൽ അത് പുറത്തുനിന്നുള്ള തണുപ്പ് തന്നെയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അയ്യോ, നല്ല തിരക്കായിരിക്കും ബസ്സിൽ. അങ്ങനെ ഞങ്ങളുടെ പ്ലെയിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് എ ഫ്ലൈറ്റ് ടു ശ്രീനഗർ. ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നു. ആൻഡ് വി ഹാവ് ലാൻഡഡ് ഇൻ ശ്രീനഗർ, കശ്മീർ. ഓ മൈ ഗോഡ്, അവിടുത്തെ സ്നോ ക്യാപ്പ് മൗണ്ടൻസ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ദിസ് ഈസ് ശ്രീനഗർ എയർപോർട്ട്. ഇത് കണ്ട സ്നോ ക്യാപ്പ് മൗണ്ടൻസ്. ആഹാ, മഞ്ഞിൻ താഴ്വരകൾ ഭയങ്കര ഭംഗിയുണ്ട്. ആക്ച്വലി നാച്ചുറൽ തണുപ്പ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പം നല്ല തണുപ്പുണ്ട്. ഇത് എയർപോർട്ടിൻ്റെ അകത്തായത് കാരണം എ സിയുടെ തണുപ്പാണ്.
ഇനി പുറത്തിറങ്ങുമ്പോൾ അറിയാം എന്താണ് റിയൽ ശ്രീനഗറിലെ തണുപ്പെന്ന്. ഹായ്. സക്സസ്. ഒരു പെട്ടി കിട്ടി. നെക്സ്റ്റ് പെട്ടിക്കായി ഒരെണ്ണം വരുന്നുണ്ട്, അവിടെ ഒരെണ്ണം വരുന്നുണ്ട്, ബ്ലൂ. കമോൺ കമോൺ. ആൻഡ് ഇതാ നമ്മുടെ രണ്ടാമത്തെ പെട്ടി വരുന്നു. ഗോഡ് ഇറ്റ്. ഇതാണ് ഏറ്റവും വലിയ പെട്ടി, നല്ല വെയിറ്റുള്ള പെട്ടി. അത് പേര് നോക്കട്ടെ. പേര് എവിടെയായിരുന്നു പേര്? അതെ, മനുപയസ്. യെസ്, ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എല്ലാം കിട്ടി. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. നല്ല തണുപ്പുണ്ട് മക്കളെ. ശ്രീനഗർ എത്തി, നല്ല തണുപ്പുണ്ട്. ഞങ്ങളുടെ പെട്ടികൾ കിട്ടി. ഇനി നമ്മൾ പുറത്തേക്കുള്ള വഴി നമ്മൾ കൊടുത്ത് ഒരു ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ക്യാബ് ചേട്ടനെ ഒന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് വാഷ്റൂമിലും കൂടി ഒന്ന് പോകണം. വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ക്യാബിലേക്ക് പോകുന്നു. സോ അങ്ങനെ ടുഡേ ഐ എക്സ്പീരിയൻസ്ഡ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്. ടെക്നിക്കലി ടുഡേ അല്ല, ഇന്നലെ എന്ന് വേണം പറയാൻ. പക്ഷേ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. ഇനി സ്റ്റേ ട്യൂൺ ഫോർ ബാക്കിയുള്ള ട്രിപ്പിൻ്റെ വ്ളോഗുകൾ. സോ ഇനി അടുത്തത് Day 1 കശ്മീർ വ്ളോഗിൽ കാണാം. സോ ബൈ ബൈ, ടേക്ക് കെയർ.